നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ഇൻവെസ്റ്റ്മെന്റ് കേരള ഉച്ചകോടിയിൽ വൻ പ്രഖ്യാപനങ്ങളുമായി നിക്ഷേപകർ. 1.5 ലക്ഷം കോടിയുടെ വാഗ്ദാനം. 374 കമ്പനികൾ കരാർ ഒപ്പിട്ടു. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റാനുള്ള യാത്രയുടെ തുടക്കമെന്ന് മന്ത്രി പി രാജീവ്. സർക്കാരിനെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വികസനത്തോട് പ്രതിപക്ഷത്തിന് പോസിറ്റീവ് കാഴ്ചപ്പാടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. 13ാം ദിവസത്തിലും ആശാവർക്കർമാരെ തിരിഞ്ഞു നോക്കാതെ സർക്കാർ. വീട്ടിലെത്തിയവരെ ഇറക്കിവിട്ടില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം തള്ളി സമരക്കാർ. സമരത്തെ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടില്ല. വീട്ടിലാരെയും കാണില്ല, നിങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസിൽ പോകാം എന്ന് പറഞ്ഞ് സത്യത്തിൽ ഒരുതരം ആട്ടിപ്പായിക്കലാണ് ചെയ്തത്. മുഖ്യമന്ത്രി ഇടപെടണമെന്ന് CPI. കൊല്ലത്ത് പാളത്ത് ഇലക്ട്രിക് പോസ്റ്റ് വെച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിലായത് കുണ്ടറ സ്വദേശികൾ. നടന്നത് തീവണ്ടി മറിക്കാനുള്ള ശ്രമമെന്ന് സംശയം. വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. അന്വേഷണം ആരംഭിച്ച് റെയിൽവേയും. ഇടുക്കിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 മരണം. ജീവൻ നഷ്ടമായവരിൽ ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരിയും. വൈക്കത്ത് സഹോദരങ്ങൾ സഞ്ചരിച്ച ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് ഒരാൾ മരിച്ചു. പട്ടാമ്പിയിൽ നിർത്തിയിട്ട ലോറി മുന്നോട്ട് നീങ്ങി പോസ്റ്റ് തകർന്നു. ഇരിങ്ങാലക്കുടയിൽ വൻ നിക്ഷേപക തട്ടിപ്പ്. 150 കോടി തട്ടിയതായി പ്രാഥമിക നിഗമനം. മലപ്പുറത്ത് 7.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് പിടിയിൽ. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻസ് CEOയെ ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച്. കണ്ണൂരിൽ പോലീസുകാരെ പൂട്ടിയിട്ട് പ്രതിയെ മോചിപ്പിച്ച 2 CPM പ്രവർത്തകർ റിമാൻഡിൽ. ചാമ്പ്യൻസ് ട്രോഫിയിൽ നാളെ സൂപ്പർ സൺഡേ. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ദുബായിൽ. ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് മത്സരത്തിന് മുൻപ് ലാഹോറിൽ പ്ലേ ചെയ്തത് ഇന്ത്യയുടെ ദേശീയ ഗാനം. സമൂഹമാധ്യമങ്ങളിൽ പാകിസ്ഥാന് പരിഹാസം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ വമ്പൻ പ്രഖ്യാപനവുമായി നിക്ഷേപകർ. 1,52,905 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത് സംബന്ധിച്ച് 374 കരാറുകൾ ഒപ്പിട്ടു. ടാറ്റ ഗ്രൂപ്പും ഷറഫ് ഗ്രൂപ്പും കേരളത്തിൽ നിക്ഷേപം നടത്തുമെന്നാണ് സൂചന. സമാപന ദിനത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്. 1,52,905 കോടിയുടെ നിക്ഷേപം ലഭിച്ചെന്ന് മന്ത്രി പി രാജീവ്. 374 കമ്പനികൾ നിക്ഷേപ കരാർ ഒപ്പിട്ടു. 24 IT കമ്പനികൾ നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിച്ചു. Since now 374 companies have even interest in establishing, expanding, diversifying and reinvesting in the state and have shared expression of interest, resulting in consolidate investment of 1,52,905 crore rupees. That is the quantum of this EOI. 5000 കോടി 5 വർഷത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ ലുലു ഗ്രൂപ്പ് തീരുമാനിച്ചു. ഗ്ലോബൽ സിറ്റിയും IT പാർക്കുകളിലും നിക്ഷേപിക്കും. As a part of the Kerala Investment Summit, Lulu Group is announcing about 5,000 crores investment in the future, coming 4 to 5 years, mainly in the sector of a food processing zone in Kalamasheri. And there is a part of investment is going to be in the global city, which is going to come, a new city which is going to come for the IT infrastructure and financial sector. And another investment is going to be for the IT parks. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. Today we have decided to start a new investment in Kerala with 2 locations. We are planning to establish our ports, dry ports, with the support of the Kerala government with an investment of more than 500 crores.
I hope 5,000 crore. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. അദാനി, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപവുമെത്തും. 5,000 കോടിയുടെ ഇ-കൊമേഴ്സ് ഹബ്ബ് പദ്ധതിയും തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടിയുടെ വികസന വാഗ്ദാനമാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 30,000 കോടിയും ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടിയും മൊണാർക്ക് ഗ്രൂപ്പ് 5,000 കോടിയും പോളക്കുളം നാരായണൻ 500 കോടിയുടെ നിക്ഷേപവും പ്രഖ്യാപിച്ചു. ന്യൂസ് 18 കൊച്ചി. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് കൊച്ചിയിൽ സമാപനം. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റാനുള്ള ഐക്യയാത്രയുടെ തുടക്കമാണിതെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ചു. 26 രാജ്യങ്ങൾ, 3000 ഡെലിഗേറ്റുകൾ, കോടികളുടെ നിക്ഷേപം. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി വിജയമെന്നാണ് വിലയിരുത്തൽ. നിക്ഷേപങ്ങൾ കൊണ്ട് മാത്രമല്ല, വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഐക്യവും ഉച്ചകോടിയിൽ പ്രതിഫലിച്ചു. കേന്ദ്രം അനുവദിച്ച പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കിയ സംസ്ഥാന സർക്കാരിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ അഭിനന്ദനം. I appreciate that within that time limit, the Kerala government completed it. That was the first step of development in Kerala after 2014. I appreciate the Chief Minister and his colleagues. രാഷ്ട്രീയ വ്യത്യാസം മറന്ന് പ്രതിപക്ഷവും നിക്ഷേപ കോടിക്ക് പൂർണ്ണ പിന്തുണ നൽകി. വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. I want to assure the investors always that will be positive only. In the past also it had been positive. In future also the opportunity will be positive. കേന്ദ്രമന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാക്കൾക്കും ധനമന്ത്രി KN ബാലഗോപാൽ നന്ദി അറിയിച്ചു. Union ministers were here, opposition leader was here, and all, not only the ruling government, opposition as well as the union government, all are together for the development of the state and for this part. That's a very, very positive thing. It's a positive sign to the entire country. 2 ദിവസം നീണ്ടുനിന്ന ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് കൊച്ചി ലുലു ബോൾഗാട്ടിയിൽ സമാപനമായി. നിക്ഷേപത്തിന് സമയമെടുക്കും. നിക്ഷേപകരിൽ ആത്മവിശ്വാസമുണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നാണ് മന്ത്രി പറയുന്നത്. കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയായാണ് ഉച്ചകോടിയുടെ വിജയമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. ന്യൂസ് 18 ടീം കൊച്ചി. സർക്കാരിനെ ആശങ്കയിലാക്കി ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയേറുന്നു. 13ാം ദിവസമായതോടെ സമരപ്പന്തൽ കൂടുതൽ സജീവമാവുകയാണ്. സമരത്തിൽ പങ്കെടുക്കുന്ന ആശമാർക്കെതിരെ സർക്കാർ പ്രതികാര നടപടികൾ തുടങ്ങിയതായി ആരോപണമുണ്ട്. സമരം കോൺഗ്രസ് ഏറ്റെടുത്തുവന്ന പ്രചാരണങ്ങളെയും സമരക്കാർ തള്ളിക്കളഞ്ഞു. മെമ്പർമാരുടെയും ചെയർമാന്റെയും ഒക്കെ എന്താണ് അവരൊക്കെ സമൂഹത്തിന് വേണ്ടി നടത്തുന്ന സേവനം. പിരിഞ്ഞു പോകുന്ന പെൻഷൻ ഇല്ല എന്ന് പറയുന്ന ഈ പരിപാടി നടക്കും. അവരുടെ കുടുംബങ്ങൾക്കകത്തുമുള്ള ഒരു പ്രാധാന്യമല്ല ഉള്ളത്, നമ്മൾ മനസ്സിലാക്കണം. ഇത് കൊടും ചൂടിനെയും തോൽപ്പിച്ച് തിളച്ചുമറയുകയാണ് ആശമാരുടെ സമരത്തിന്റെ ചൂട്. ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസം കരുത്താക്കിയാണ് സമരം മുന്നോട്ടു പോകുന്നത്. സർക്കാരിനെ ഞങ്ങൾക്ക് പേടിയില്ല, പിന്നെയാണ് ലിസ്റ്റിന്റെ പേടി ഇല്ല. അത്രയും ജനങ്ങൾ ടെററായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ ഉയർന്നു വന്നതാണ്. അവരോട് പറ്റി തെളിഞ്ഞവരാണ്. അതുകൊണ്ട് സർക്കാരിന് ഞങ്ങൾക്ക് പേടിയില്ല. വിജയിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഇനിയും ഈ 7,000 രൂപയ്ക്ക് ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. 18 വർഷം ജോലി ചെയ്തു മതി. ഇനി അങ്ങോട്ടുള്ള ജോലി തുടരണമെങ്കിൽ ശമ്പളം കൂട്ടി തന്നേ പറ്റൂ. ഓരോ ദിവസവും സമരത്തിന് പിന്തുണയേറുന്നുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ മുതൽ സാധാരണക്കാർ വരെ ഐക്യദാർഢ്യവുമായി എത്തുന്നു, സഹായങ്ങൾ നൽകുന്നു. ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം. ഇതൊക്കെ ന്യായമല്ലേ? 232 രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത്? പ്രതിപക്ഷ നിരയിൽ നിന്ന് മാത്രമല്ല, ഭരണപക്ഷത്തും സമരം എത്രയും വേഗം ഒത്തുതീർക്കണമെന്ന ആവശ്യം ശക്തമാണ്. ദേശീയ ശ്രദ്ധയാകർഷിച്ച സമരം മുഖ്യമന്ത്രി ഇടപെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് തീരുമെന്ന് CPI നേതാവ് C. ദിവാകരൻ. വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. വനിതകളാണ്, അവരോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കേണ്ടതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്.
മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് ഈ സമരം തീരും. അതേസമയം പിന്തുണയ്ക്ക് നന്ദിയെന്നും എന്നാൽ സമരം ഏറ്റെടുക്കാൻ ആരും വരേണ്ടെന്നുമാണ് രാഷ്ട്രീയക്കാരോട് ആശാവർക്കർമാർക്ക് പറയാനുള്ളത്. നമ്മുടെ സമരത്തിന്റെ ന്യായയുക്തതയും അത് നേടിയെടുക്കേണ്ടുന്ന ആവശ്യകതയും ബോധ്യപ്പെട്ട നിരവധി സംഘടനകൾ നമ്മളെ പിന്തുണയ്ക്കാൻ വരുന്നുണ്ട്. ആ പിന്തുണയെല്ലാം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ്. കാരണം പിന്തുണയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ സമരം അവസാനിക്കണമെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അവര് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. മഹാസംഗമത്തിനെത്തിയ ആശമാരുടെ പട്ടിക സർക്കാർ ശേഖരിക്കുന്നെന്നും പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രി വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ആട്ടിപ്പായിച്ചുവെന്ന് ആശാവർക്കർമാർ. ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കിവിട്ടത് ആരാണെന്ന് മന്ത്രി പറയട്ടെ എന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനി ആവശ്യപ്പെട്ടു. പത്തനംതിട്ടയിലെ വീട്ടിലാണ് ഭർത്താവ് ഉള്ളതെന്നും അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാമെന്നുമാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞങ്ങൾ താമസിക്കുന്ന വീടുണ്ട് പത്തനംതിട്ടയിൽ അങ്ങാടിക്കല്. അവിടെയാണ് അദ്ദേഹം ഉണ്ടാകാറുള്ളത്. അവിടെ ആരും വന്നതായിട്ട് എനിക്കറിയില്ല. അവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് അവിടെ CCTV ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇനി അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. അദ്ദേഹം അവിടെയാണ് ഉള്ളത്. അവിടുത്തെ CCTV നമുക്ക് നോക്കാം. അവിടെ ആരും വന്നിട്ടില്ല. എന്നാൽ പത്തനംതിട്ടയിലല്ല, തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ പോയിരുന്നെന്ന തീയതിയും സമയവുമടക്കം വിശദമാക്കി ആവർത്തിക്കുകയാണ് ആശാവർക്കർമാരുടെ സംഘടനാ നേതാവ് എസ് മിനി. സമരം തുടങ്ങി 2ാം ദിവസം രാവിലെ 6:30 മണിക്ക് ഈ കമ്മീഷൻ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള തൈക്കാട്ട് ഹൌസിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ, അതായത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് മന്ത്രി താമസിക്കുന്ന വസതിയിൽ ഞങ്ങൾ മന്ത്രിയെ കാണാൻ ചെന്നു. വീടിന്റെ 2ാം നിലയിൽ നിന്ന് ജനൽ തുറന്നിട്ട ഒരാള് ഇവിടെയൊന്നും ആരെയും കാണാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ ആരെയും കാണില്ല, വീട്ടിലാരെയും കാണില്ല, നിങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസിൽ പോകാം എന്ന് പറഞ്ഞ് സത്യത്തിൽ ഒരുതരം ആട്ടിപ്പായിക്കലാണ് ചെയ്തത്. ആശാവർക്കർമാർക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കൾ ചർച്ചയ്ക്ക് വരുന്നെന്ന വിമർശനത്തിന് മറുപടി ഇങ്ങനെ. ഇനി ലീഡർ ആശാവർക്കറാണോ അല്ലയോ ചോദിക്കുന്നു. ഈ ആരോഗ്യമന്ത്രി ആരോഗ്യ മേഖലയിലുള്ള ആളാണോ? അങ്ങനെയാണോ അതിന്റെ മാനദണ്ഡം? അങ്ങനെയാണെങ്കിൽ മന്ത്രി പറയട്ടെ, ഞാൻ ആരോഗ്യ വകുപ്പ് വിഭാഗത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരാളാണ്. അവരെങ്ങനെയാണ് പറയുന്നത് ഞാൻ ആരാണെന്ന്? മന്ത്രി അങ്ങനെയാണെങ്കിൽ അതാണ് യോഗ്യതയെങ്കിൽ, മാനദണ്ഡമെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി ആ രംഗത്തുള്ളായിരിക്കണം, വിദ്യാഭ്യാസ മന്ത്രി ആ രംഗത്തുനിന്നായിരിക്കണം, ഗതാഗത മന്ത്രി ആ രംഗത്തുള്ളായിരിക്കണം. ഇതൊന്നും അല്ലല്ലോ നമ്മുടെ കേരളത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. ആട്ടിയിറക്കിയെന്ന് ആശാവർക്കർമാരും ആരും വന്നിട്ടില്ലെന്ന് മന്ത്രിയും വിശദീകരിക്കുമ്പോൾ ആരാണ് കള്ളം പറയുന്നതെന്ന ചോദ്യം ബാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യം നിർമ്മിക്കുന്നതിനെതിരല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കരുത് എന്നതായിരുന്നു CPI ആവശ്യം. എന്നാൽ LDF അംഗീകരിച്ചത് CPIയുടെ വിജയമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിന് കുറുകെ ടെലഫോൺ പോസ്റ്റ് എടുത്തുവച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. കുണ്ടറ സ്വദേശി രാജേഷ്, പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനീഷ് ചേർന്നു. വിനീഷ്, ആ CCTV ദൃശ്യങ്ങളിൽ കണ്ടവർ തന്നെയാണോ പ്രതികൾ? തീർച്ചയായും രഞ്ജിത്ത്, നമുക്ക് സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം 2 പ്രതികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതിൽ ഒരാൾ പെരുമ്പുഴ സ്വദേശിയാണ്, അരുൺ എന്നാണ് പേര്. മറ്റൊരാൾ കുണ്ടറ സ്വദേശിയായ രാജേഷ്. ആ ദൃശ്യങ്ങൾ കാണുന്ന രൂപസദൃശ്യമുള്ള 2 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനി കൃത്യമായിട്ട് കാര്യങ്ങളാണ് രഞ്ജിത്ത് നമുക്കിപ്പോൾ അറിയേണ്ടത്. കാരണം പോലീസ് അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്കാണ് എത്തുന്നത്. എന്താണ് ഇതിന്റെ പിന്നിൽ, ഇവരിങ്ങനെ ഒരു കൃത്യം ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവും. എന്തായാലും ഈ സംഭവം നടന്ന് മണിക്കൂറുകളാണ് തന്നെ 2 പേരെ പിടിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ 2 യുവാക്കളുടെ ചിത്രങ്ങൾ പതിഞ്ഞിരുന്നു. ഇവർ തന്നെയാണ് ഈ സംഭവത്തിൽ പ്രതികളെന്നാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത്. ഈ പ്രതികൾ ഇപ്പോൾ പിടിയിലായി എന്നാണ് മനസ്സിലാകുന്നത്. ഇടവേള. മതവിദ്വേഷ പരാമർശത്തിൽ പോലീസിന്റെ അറസ്റ്റ് നടപടിക്ക് വഴങ്ങാൻ PC ജോർജ് തിങ്കളാഴ്ച ഹാജരാകാമെന്ന് ജോർജ് രേഖാമൂലം പോലീസിനെ അറിയിച്ചു. നോട്ടീസ് സ്വീകരിച്ച് സ്റ്റേഷനിൽ ഹാജരാക്കാതെ അറസ്റ്റ് വേണ്ട എന്ന നിലപാടിലാണ് പോലീസ്. രാവിലെ 11 മണിക്കാണ് PC ജോർജിന്റെ വീട്ടിലെത്തി നോട്ടീസ് കൈമാറാൻ പോലീസ് ശ്രമിച്ചത്. 2 മണിക്ക് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ്. എന്നാൽ ജോർജ് സ്ഥലത്തില്ലാത്തതിനാൽ
നോട്ടീസ് നൽകാനാകാതെ ഡിവൈഎസ്പി ഉൾപ്പെട്ട സംഘം മടങ്ങി. ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച ഹാജരാകാമെന്നറിയിച്ച് മകൻ ഷോൺ ജോർജ് വഴി കത്ത് നൽകിയത്. കത്തിനോട് പോലീസ് പ്രതികരിച്ചിട്ടില്ല. പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെ PC ജോർജ് മാപ്പ് പറഞ്ഞിരുന്നതായി മകൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ ജോർജിന്റെ അറസ്റ്റ് ശരിയല്ല എന്ന നിലപാടിലാണ് ഷോൺ. PC ജോർജ് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം അതിന് കൃത്യമായ ക്ഷമാപണം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറയണം. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നോട്ടീസ് നേരിട്ട് കൈപ്പറ്റാതെ ജോർജിനെ അറസ്റ്റ് ചെയ്യാനാകില്ല എന്നതാണ് പോലീസ് നിലപാട്. 7 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള കേസുകളിൽ പ്രതി നേരിട്ട് നോട്ടീസ് കൈപ്പറ്റണമെന്നാണ് നിയമമെന്നും പോലീസ് പറയുന്നു. തനിക്കെതിരായ ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ സുപ്രീം കോടതിയെ സമീപിക്കാനും ജോർജ് ആലോചിക്കുന്നുണ്ട്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇരിങ്ങാലക്കുടയിലും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ വാങ്ങി തട്ടിപ്പ് നടത്തിയത്. 150 കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമിക നിഗമനം. ആദ്യകാലത്ത് വലിയ പലിശ ലഭിച്ചെങ്കിലും പിന്നീട് കിട്ടാതെ വന്നതോടെ നിക്ഷേപകർ സ്ഥാപനത്തിൽ എത്തുമ്പോഴാണ് കബളിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞത്. നടവരമ്പ് സ്വദേശി ബിബിൻ, ഭാര്യ ജയ്ത, ബിബിൻ്റെ സഹോദരൻ സുബിൻ എന്നിവരാണ് തട്ടിപ്പിന് പിന്നിൽ. ഇവർ ഒളിവിലാണ്. ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസ് പിടിയിൽ. തിരുവാലി വില്ലേജ് അസിസ്റ്റന്റ് നിയാത്തുള്ളയാണ് പിടിയിലായത്. പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ ഇയാൾ ആവശ്യപ്പെട്ടത് 7.5 ലക്ഷം രൂപയാണ്. ആദ്യ ഗഡുവായ 50,000 രൂപ കൈമാറുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് 2 മാസത്തിന് ശേഷമാണ് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ് പറഞ്ഞു. ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ അറസ്റ്റ് ചെയ്യില്ലെന്നും ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടി പ്രതികരിച്ചു. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ അവസരം വേണമെന്ന് അയാളുടെ അഡ്വക്കേറ്റ് വാദിച്ചപ്പോൾ അതിനൊരു അവസരം കൊടുക്കാൻ കോടതി പറഞ്ഞു. ചോദ്യം ചെയ്തതിനു ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ക്രൈംബ്രാഞ്ച് 25-ന് റിപ്പോർട്ട് നൽകും. ഷുഹൈബിന് നിർദ്ദേശപ്രകാരമാണ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയതെന്ന് നേരത്തെ അറസ്റ്റിലായ അധ്യാപകർ മൊഴി നൽകിയിരുന്നു. ചോദ്യപേപ്പർ യൂട്യൂബിൽ അവതരിപ്പിച്ച 2 അധ്യാപകരും റിമാൻഡിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. തലശ്ശേരി മണോളിക്കാവിൽ പോലീസിനെ മർദ്ദിച്ച 2 CPM പ്രവർത്തകർ അറസ്റ്റിൽ. കുട്ടിമാക്കൂൾ സ്വദേശി സഹദേവൻ, NC ലിനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണ ദൃശ്യങ്ങൾ നോക്കിയാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. വയലളം മണോളിക്കാവ് ഉത്സവത്തിന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യാനായത് 2 പേരെ. CPM പ്രവർത്തകരായ കുട്ടിമാക്കൂൽ പെരിങ്കളം നിലാവിൽ MC ലിനേഷ്, കുട്ടിമാക്കൂൽ കൃഷിക നിവാസിൽ സഹദേവൻ എന്നിവരാണ് അറസ്റ്റിലായത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ പോലീസിനെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് 7 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. കേരളം ഭരിക്കുന്നത് തങ്ങളാണെന്ന് പറഞ്ഞ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് FIR. കാവിൽ കളിക്കാൻ നിന്നാൽ ഒറ്റയെണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ കാണില്ലെന്നായിരുന്നു ഭീഷണി. കഴിഞ്ഞ ദിവസം കാവിലെ ഉത്സവത്തിനിടെ CPM BJP സംഘർഷമുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ പങ്കുള്ള CPM പ്രവർത്തകനെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് എത്തിയത്. ഇതിനിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ഒരു CPM പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്ത ആളെ പോലീസ് കൊണ്ടുപോകുന്നത് തടഞ്ഞ പ്രവർത്തകർ കാവിന്റെ ഗേറ്റ് പൂട്ടിയിട്ട് പ്രവർത്തകനുമായി പോയി. 10ഓളം പോലീസുകാർ മാത്രമാണ് ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ രക്ഷപ്പെടുത്തിയതിന് അറസ്റ്റിലായ ലിനേഷിനെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന് വിട ചൊല്ലി അക്ഷരനഗരി. ഉച്ചയോടെ റസലിന്റെ മൃതദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം നിരവധി നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും റസലിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. തുടർന്ന് ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം.
ഇടുക്കിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരി റീന അടക്കം 3 പേർ മരിച്ചു. ഇന്നലെ രാത്രി 11:30യോടെയാണ് അപകടമുണ്ടായത്. റീനയുടെ ഭർത്താവ് ബോസ്, ബന്ധു ഏബ്രഹാം എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ. പന്നിയാർകുട്ടിക്ക് സമീപം കുത്തനെ ഇറക്കവും കൊടും വളവുമുള്ള ഭാഗത്തായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ജീപ്പ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ഇടയോടിയിൽ ബോസ്, ഭാര്യ റീന, ഇവരുടെ ബന്ധുവായ എബ്രഹാം എന്നിവരാണ് മരിച്ചത്. ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരിയാണ് മരിച്ച റീന. റീനയും ബോസും സംഭവസ്ഥലത്തും എബ്രഹാം രാജാക്കാട്ടെ ആശുപത്രിയിലുമാണ് മരിച്ചത്. വലിയ പാറക്കല്ലിനടിയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു റീനയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഞങ്ങളൊരു ഒറ്റക്കെട്ടുകൊണ്ടാണ് ഞങ്ങൾ ചെന്നിരുന്നത്. അതൊരു 10 മണിയാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ചെന്നപ്പോൾ അവിടെ 2 പേരുടെ കാര്യം അതുകൊണ്ട് മരണ നെറ്റിലും നല്ല ഗുരുതരാവസ്ഥയിലായിരുന്നു. എന്നിട്ടോ അത്യാവശ്യം ഈ അവരത്തെന്ന് പറഞ്ഞ ആൾക്ക് അത്യാവശ്യം എത്തിരിക്കാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയെ എടുത്തുകൊണ്ട് പോയത്. ആദ്യമേ റീന എന്ന് പറഞ്ഞ ആള് മറ്റേ ഒരു കല്ല് കാലിലിരിക്കുമായിരുന്നു. ജീപ്പാണേലും അങ്ങനെ ഒരു ഉടക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരുന്നു. ഉടക്കി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ജീപ്പ്. കുടിവെള്ള വിതരണത്തിനായി റോഡിൽ ഇട്ടിരുന്ന ഹോസിൽ കയറി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതായാണ് സൂചന. വീതി കുറഞ്ഞ പാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ഹോസുകൾ മണ്ണിട്ട് മൂടിയിരുന്നില്ല. ഹോസിൽ കയറി നിയന്ത്രണം നഷ്ടമായ വാഹനം റോഡിൽ നിന്ന് തെന്നിമാറി സമീപത്തെ പാറക്കെട്ടുകളിലും മരത്തിലും ഇടിച്ച് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. വലിയ ശബ്ദം കേട്ട നാട്ടുകാരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചത്. കഴിഞ്ഞ രാത്രിയിൽ ബന്ധുവായ എബ്രഹാമിന്റെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു ബോസും റീനയും. ഇവരെ തിരികെ കൊണ്ടുവിടുന്നതിനിടെയായിരുന്നു അപകടം. ന്യൂസ് 18 ഇടുക്കി. കോട്ടയം വൈക്കത്ത് സഹോദരങ്ങൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് ഒരാൾ മരിച്ചു. ടിവുപുരം സ്വദേശി ശ്രീഹരിയാണ് മരിച്ചത്. ശ്രീഹരിയുടെ സഹോദരൻ കാശിനാഥനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ റോഡരികിലെ വൈദ്യുതി പോസ്റ്റ് ഒടിയുകയും ബൈക്ക് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു. മൂത്തേടത്ത് കാവ് പൈനിങ്കൽ റൂട്ടിൽ വീറ്റോ ജംഗ്ഷൻ സമീപമായിരുന്നു അപകടം. വൈക്കത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പട്ടാമ്പിയിൽ നിർത്തിയിട്ടിരുന്ന ലോറി തനിയെ നീങ്ങിയ അപകടം. വൈദ്യുതി പോസ്റ്റിലാണ് ലോറി ഇടിച്ചത്. ഈടാഘാതത്തിൽ പോസ്റ്റ് തകർന്നു. വൈദ്യുതി ബന്ധവും താറുമാറായി. സംഭവ സമയം ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ന്യൂസ് 18 വാർത്താ സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം. പുനലൂർ സ്ട്രിങ്ങർ മനോജ്, ക്യാമറ പേഴ്സൺ അജേഷ് എന്നിവർക്ക് നേരെയാണ് ആന പാഞ്ഞെടുത്തത്. കൊല്ലം റോസ് മലയിൽ കുടിയിറക്കപ്പെടുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഷൂട്ട് ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണം. റോസ് മല ചപ്പാത്തിന് സമീപം വാഹനത്തിന് പുറത്തു നിന്ന അജേഷിന് നേരെ ആന ഓടിയെത്തി. ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി മരത്തിൽ കയറിയ അജേഷിന് പരിക്കേറ്റു. പിന്നാലെ എത്തിയ ഫോറസ്റ്റ് ഗാർഡുകൾ ആനയെ തുരത്തിയതോടെ ഭീകരാന്തരീക്ഷം ഒഴിവായി. അനാരോഗ്യം തടസ്സമായാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്ന് കർദിനാൾ ജിയാൻ ഫ്രാങ്കോ രവാസി. അതേസമയം നല്ല മനഃശക്തിയുള്ള ആളാണ് പാപ്പയെന്നും ഈ വർഷം തീരും വരെ തുടരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. ഇറ്റാലിയൻ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. കത്തോലിക്ക സഭയിലെ പ്രമുഖ വൈദ്യശാസ്ത്ര പണ്ഡിതനാണ് ഇറ്റലിക്കാരനായ കർദിനാൾ ജിയാൻ ഫ്രാങ്കോ രവാസി. ഇതിനു മുൻപത്തെ മാർപ്പാപ്പയായ ബെനഡിക്ട് 16 സ്ഥാനത്യാഗം ചെയ്തിരുന്നു. അനാരോഗ്യമായിരുന്നു കാരണമായി പറഞ്ഞിരുന്നത്. അനാരോഗ്യം മൂലമാണ് ഇത്തരത്തിൽ അദ്ദേഹം സ്ഥാനമൊഴിയുക എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു വാർത്ത, ചാമ്പ്യൻസ് ട്രോഫിയിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇരു ടീമുകളുടെയും രണ്ടാമത്തെ മത്സരമാണിത്. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലെ പ്ലേയിങ് 11 ഇന്ത്യ നിലനിർത്തും. ഇന്ത്യക്കെതിരെ തോറ്റാൽ ആതിഥേയരായ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി സെമി കാണാതെ പുറത്താകും. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ അബദ്ധം പിടഞ്ഞ് പാകിസ്ഥാൻ ക്രിക്കറ്റ്. ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് മത്സരത്തിന് മുമ്പായി ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് മത്സരം നടക്കുന്ന ലാഹോറിലെ സ്റ്റേഡിയത്തിൽ ഉയർന്നത്. എന്നാൽ വേഗത്തിൽ തന്നെ ഇന്ത്യൻ ദേശീയ ഗാനം ഓഫ് ചെയ്തു. പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പരിഹാസം ഉയർന്നു.
ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,045, പവന് 64,360. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,620, പവന് 52,960. വെള്ളി ഗ്രാമിന് 108, കിലോയ്ക്ക് 1,08,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.